ഇതാ കണ്ടല്ലോ മൈദ. ഹായ്, നമുക്കിന്ന് പുതിയൊരു ഐറ്റം ചെയ്യാം. മുട്ട പപ്സ് ഉണ്ടല്ലോ, ബേക്കറിയിലൊക്കെ കിട്ടുന്ന മുട്ട പപ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊന്നും പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ ഇപ്പോൾ 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ മൈദ 1/2 കിലോ. അടുത്തെടുത്തിട്ടുള്ളത് ഉപ്പ് പൊടിയാണ്. ഉപ്പ് പൊടി നമുക്ക് 10 ഗ്രാം എടുത്തിട്ടുണ്ട്. അടുത്ത പഞ്ചസാര 25 ഗ്രാം എടുത്തിട്ടുണ്ട്. അടുത്ത മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ലില്ലി എന്ന് പറയുന്ന കമ്പനിയുടെ വനസ്പതിയാണ് ഇത് എടുത്തിട്ടുള്ളത്. അടുത്തത് മുട്ടയാണ് എടുത്തിട്ടുണ്ട്. 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അടുത്തൊരു 600 ഗ്രാം സവാള എടുത്തിട്ടുണ്ട്. അടുത്ത ഇഞ്ചി ഒരു പീസ് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു പീസ്, പച്ചമുളക്, പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്, വാനില പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്. അടുത്തതായി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് വേണ്ടത്. പിന്നെ വെള്ളം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഒരു ബൗൾ എടുക്കുക. ബൗളിലോട്ട് ഈ വെള്ളം ആഡ് ചെയ്യുക. അതിലോട്ട് നമുക്ക് ഈ ഉപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കും. അടുത്തതായി പഞ്ചസാര 25 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി വാനില പൗഡറാണ്. വാനില പൗഡർ ഒരു 5 ഗ്രാം ആ ഒരു കണക്കിന് എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കും. ഒരു മുട്ട ഒഴിച്ച് നമുക്ക് 300 ml വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 300 ml വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇത് കാണിച്ചു വനസ്പതിയുടെ കുറച്ച് ഭാഗം, ഒരു ടോട്ടൽ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് 300 ml വെള്ളമാണ് എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കുഴക്കും. നമുക്കിനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമുക്കടുത്തൊരു പാൻ എടുത്ത് മൂടി വയ്ക്കാം. ഇവിടെ ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ കുക്കർ ഓണാക്കി നമുക്ക് ഇതിലോട്ട് ഈ പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള മുട്ട വയ്ക്കാം. ഓക്കെ, പാനിൽ വെള്ളം ഒഴിക്കുക. 9 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കുക്കർ ഓൺ ചെയ്ത് കൊടുക്കാം. ഇൻഡക്ഷൻ അപ്പോൾ അതവിടെ ഇരുന്നാവട്ടെ. ഈ മുട്ടയിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിടുന്ന എന്തിനാന്നിട്ട് അതിൻ്റെ ബൗളിൽ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് ഈ ടേബിളിലോട്ട് നേരത്തെ എടുത്ത് വെച്ച മാവുണ്ടല്ലോ അത് ടേബിളിലോട്ട് എടുത്തിട്ടുണ്ട്.
നമുക്ക് ഇതേപോലത്തെ ഒരു ഇതിട്ട് നമ്മൾ വീട്ടിൽ ചപ്പാത്തി പരത്തുന്നതായാലും മതി. ഇതേപോലെ ചെറുതായിട്ടൊന്നും പരത്തി. അതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തിട്ട വനസ്പതിയാണ്, ഉള്ളിയുടെ വനസ്പതിയാണ്. അപ്പം ഇത് ബട്ടർ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്, ബട്ടർ പോലെ. അത് ഇതിലോട്ട് ആഡ് ചെയ്യും. അതിന് ശേഷം നമുക്ക് ഈ മാവിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഫോൾഡ് ചെയ്ത് തിരിച്ചെടുക്കുക. അടുത്തതായി നമുക്ക് ഇതിനെ എടുക്കാം. വീട്ടിൽ ചപ്പാത്തി പരത്തുന്ന തടിയായാലും മതി, റോളർ ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു കട്ടിക്ക് അടുത്തതായി നമുക്ക് എടുത്തിരിക്കുന്ന സവാള റെഡിയാക്കാൻ. നമുക്ക് സവാള ചെറുതാക്കണമായിരിക്കും. വലിയ സവാള എടുക്കണം. ഉള്ളിയായിരുന്നു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് പൊട്ട് ചെയ്യുക. നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്നും കൂടെ എടുത്ത് നമുക്കിതിൻ്റെ അടിയിൽ കുറച്ച് മാവിട്ടിട്ട് പരത്തും. ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത് നമുക്ക് നല്ല ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ഒന്ന് മൂടി വെച്ച് അപ്പോൾ മുട്ട ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇറക്കാം. നമുക്ക് മുട്ട റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് മസാല സവാള റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. കുറച്ച് ഒഴിച്ചാൽ ഓയിൽ ഒഴിച്ചു.
ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര ആഡ് ചെയ്യും. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഇടണം സവാള. നന്നായിട്ടൊന്ന് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. സവാള ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഉപ്പ് പൊടി ചെയ്തു. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാല കുറച്ച് മുളക്, കറി ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിപ്പം പപ്സിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അടുത്ത് അതിനുള്ള മുട്ട തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അടുത്ത് ഫൈനലാണ്. നമുക്ക് തന്നെ കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി പപ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം. നമുക്ക് പപ്സ് ഈ ഒരു തിക്നെസ്സിലാണ് പരത്തേണ്ടത്. കാണാൻ പറ്റുന്നല്ലോ ഈ ഒരു. അപ്പം നമുക്ക് ഇതേപോലത്തെ ഒരു കട്ടർ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാം. സൈഡ് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഈ പപ്സിൻ്റെ ഈ കറി ആയിരിക്കും. നമുക്കതൊന്ന് മടക്കാം. അങ്ങനെയാണ് പപ്സ് മടക്കേണ്ടത്. നമുക്കിത് ഓവനിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ഡിഷിലോട്ട് പുറക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഓവനിലോട്ട് പോകാം. ഓക്കെ, അപ്പം ഓവനിൽ കയറ്റാൻ വേണ്ടി പോകും. അപ്പോൾ അതിനു മുമ്പായിട്ട് ചില ആൾക്കാർ ഇതിൻ്റെ പുറത്ത് മുട്ട ബ്രഷ് ചെയ്യും. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ ഇതിൻ്റെ പുറത്ത് സ്പ്രേ ചെയ്യും. ഇത് വെള്ളമാണ് സ്പ്രേ ചെയ്യുന്നത്. നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്യും. നിങ്ങളുടെ പുറത്ത് മുട്ട ആഡ് ചെയ്യും.
ഇത് ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പപ്സിൻ്റെ ഓവനിലോട്ട്, നമ്മളത് ഇലക്ട്രിക് ഓവനാണ്, അപ്പോൾ അതിലോട്ട് നമ്മൾ വെക്കാം. നമുക്കിപ്പം പപ്സ് ഓവനിലോട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഓവൻ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓവനിലോട്ട് കയറ്റി ഓവനിൽ വെച്ചിട്ടുണ്ട്. ഒരു 27 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 190 27. നമുക്കിപ്പം പപ്സ് റെഡി ആയിട്ടുണ്ട്. ഓവനിൽ കയറ്റി പപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓവൻ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓവനിൽ നടക്കാം. ഗോൾഡൻ കളറായിട്ട് നല്ല ലെയറൊക്കെ വന്നു. അപ്പോൾ പപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പപ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റ് ചെയ്യും. എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കൂടെ ചെയ്തേക്കണം. ഓക്കെ, ബൈ.